ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കാണാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് നേരെ തെക്കേ മലമ്പുഴയാണ്. മലമ്പുഴയുടെ നേരെ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി കഴിഞ്ഞാൽ നേരെ തെക്കേ മലമ്പുഴയാണ്. പലരും ഈ സ്ഥലത്തിന് കാവ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കാവ. ഇതിന് തെക്കേ മലമ്പുഴ എന്നാണ് പറയുക. നമ്മളൊരു വറുത്തൊരു പൊരിച്ച് മീനൊക്കെ വാങ്ങി കഴിച്ച് ഒന്ന് വൈബടിക്കാൻ വേണ്ടി വെറുതെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രഷായിട്ട് മീൻ കിട്ടുന്ന ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഫ്രഷായിട്ട് ബാക്കിലിരിക്കുന്നതെല്ലാം രാവിലെ പിടിച്ച് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് ഇവരെന്നെ പിടിച്ച് ഇവരെന്നെ ക്ലീൻ ചെയ്ത് ചെയ്യണ മീനാണ്. ഏകദേശം 500, 600, 400, 300 മീൻ ഇത്രത്തോളം വലിപ്പമുണ്ട്. 300 ഉണ്ട്. സ്റ്റാർട്ടിങ് വരണത് ഇവർ 250 രൂപ 300 റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് വരണത്. ഏകദേശം നല്ല വലിപ്പമുള്ള സിലേബി മീനാണ്. ലൈവായിട്ട് നമുക്ക് അവിടെ തന്നെ നന്നാക്കിയിട്ട് അവിടെ തന്നെ മസാല മുളകൊക്കെ തേച്ച് സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് തരും ചേട്ടൻ. അവിടെ തന്നെ നന്നാക്കിയിട്ട് നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അടിപൊളി മീനാണ്. മലമ്പുഴയിൽ വരുന്ന അടിപൊളി മീൻ കഴിക്കാനൊക്കെ സൂപ്പറാണ്. വേണ്ട മീൻ വരയാൻ തുടങ്ങി ചേട്ടൻ, മസാല തേക്കാൻ തുടങ്ങി. നല്ല മുളകൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ച് അടിപൊളി മസാലയാണ്. അടിപൊളി മീനാണ്. ഇപ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് മീൻ ഏകദേശം ഒരു 350 ഒരു റേഞ്ചിലുള്ള മീനാണ് നമ്മൾ ആദ്യം വാങ്ങിയിരിക്കുന്നത്. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേറൊരു മീൻ വാങ്ങാം എന്ന് വെച്ചിട്ടായിരുന്നു. ചെറിയൊരു ഷോപ്പാണ്. എണ്ണയൊക്കെ രാവിലത്തെ ഫസ്റ്റ് നമ്മളാണ് കടയിൽ കയറിയിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ല ഫ്രഷ് എണ്ണയാണ്. നല്ലൊരു അടിപൊളി ആംബിയൻസാണ്. ഇത് ഓരോ ക്ലൈമറ്റിലും ഓരോ പോലെ ആയിരിക്കും ഇവിടെ കാണാൻ പറ്റുന്നത്. ചില സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ ഒപ്പം വെള്ളം വന്ന് നല്ല രസമായിരിക്കും നമ്മുടെ മൺസൂൺ കാലഘട്ടത്തിൽ. അതേ സ്ഥാനത്ത് മഴയില്ലാത്ത സമയമാണെങ്കിൽ ഫുള്ള് വറ്റി വേറൊരു രസമായിരിക്കും. കണ്ടോ എണ്ണ കണ്ടോ, തെളിഞ്ഞ എണ്ണയിലാണ് നമുക്ക് ആ മീൻ വറുത്ത് തരിക. ഫ്രഷ് എണ്ണയാണ്. മീനിട്ടു, അടിപൊളിയാണ്. നമുക്കിനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ചേട്ടൻ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലമ്പുഴ എന്ന് പറയുന്നത് അടിപൊളി സ്ഥലമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. അടുത്തത് മീൻ, അടുത്ത ബക്കറ്റ് മീൻ വന്നിട്ടുണ്ട്. മീൻ നമ്മൾ മസാല തേക്കുന്നതാണ്. മീൻ എത്രത്തോളം വലിപ്പമുണ്ടെന്ന് ഇപ്പോൾ കാണിക്കാം ഗൈസ്. ഇതാ കണ്ടോ, ഇത്ര വലിപ്പമുണ്ട് മീൻ. ഏകദേശം 1 കിലോൻ്റെ അടുത്ത് വലിപ്പമുണ്ട്. ഞാൻ എന്താ മീൻ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. 1 കിലോൻ്റെ അടുത്ത് വലിപ്പമുണ്ട്. എൻ്റെ കൈയിൻ്റെ സൈസും ആ മീനിൻ്റെ സൈസും കൂടി നോക്ക്. ഏകദേശം മീൻ ഇതാ വറുത്ത് അടിപൊളിയായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. മീൻ അടിപൊളിയാണ്. നമുക്കങ്ങനെ സൂപ്പറായിട്ട് പാക്ക് ചെയ്ത് ഒരു പീസ് ഉള്ളി നാരങ്ങ എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തരും. നമ്മൾ പാഴ്സൽ ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. നല്ല വെൽ കുക്കഡാണ് മീൻ, കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഹലോ, അപ്പോൾ നമ്മൾ ആ മീൻ കഴിച്ച് കഴിഞ്ഞു. നമ്മൾ വീണ്ടും അടുത്ത മീൻ വാങ്ങിയിട്ടുണ്ട്. അടുത്ത മീൻ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു 700 രൂപയുടെ മീനാണ് വാങ്ങിയിരിക്കുന്നത്. ആദ്യം വാങ്ങിയത് ഒരു 350 രൂപയുടെ ചെറിയ സൈസാണെങ്കിൽ ഇത് വലിയൊരു സൈസ് വലിയൊരു മീനാണ്. നമ്മൾ ആ മീൻ വാങ്ങിയിട്ടുണ്ട്. ചേട്ടൻ മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ് മീൻ, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഡാം മീൻ ഫ്രഷായിട്ട് കിട്ടുന്ന ഷോപ്പാണ്. അപ്പോൾ മീൻ എടുത്തു, ചേട്ടൻ എണ്ണയിലിട്ടു ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ നന്നായിട്ട് മൊരിയാൻ പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് മീൻ മൊരിഞ്ഞ് സൂപ്പറായിട്ട് കഴിക്കാൻ നല്ല രസമാണ് ഗൈസ്. നല്ല മീൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ നേരെ തെക്കേ മലമ്പുഴയ്ക്ക് പോവുക. ആളുകൾ കാവ എന്ന് പറയും, ശ്രദ്ധിക്കേണ്ട. ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും തെക്കേ മലമ്പുഴ എന്നാണ്. മലമ്പുഴ ഡാമിൻ്റെ ലെഫ്റ്റ് സൈഡ് കയറി ഏകദേശം ഒരു 1 കിലോമീറ്റർ വന്നാൽ മതി. ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ കാണുന്ന ഷോപ്പാണ്. റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ തെക്കേ മലമ്പുഴ. 2 സൈഡ് 2 വ്യൂ ആണ്. മഴക്കാലത്ത് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. മീനിൻ്റെ വലിപ്പം കണ്ടോ, ഏകദേശം എത്ര വലിപ്പം ഉണ്ടെന്ന് കണ്ടോ. അടിപൊളി മീനാണ്, സൂപ്പറാണ് മീൻ കഴിക്കാൻ. അപ്പോൾ ആ മീനും നമ്മളിത് ചേട്ടൻ പാഴ്സൽ ചെയ്യാൻ തുടങ്ങി. മീൻ പാഴ്സൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രഷായിട്ട് കപ്പ കിട്ടും. കപ്പ മീൻ മുളകിട്ടത്